നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്റർ മിലാൻ യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ നിന്ന് പുറത്തായിരിക്കുന്നു. ആദ്യ പാദത്തിൽ അവർ പ്രീ ക്വാർട്ടറിലെ ആദ്യ പാദത്തിൽ ഏകപക്ഷീയമായ ഒരു ഗോളിന് അത്ലറ്റിക്കോ മാഡ്രിഡിനെ തോൽപ്പിച്ചിരുന്നു. രണ്ടാം പാദത്തിൽ കളി 86 മിനിറ്റ് പിന്നിടുമ്പോഴും ഇന്റർ മുന്നിലാണ്. അവരടുത്ത ഘട്ടത്തിലേക്ക് എന്ന് തോന്നിച്ചതാണ്. പക്ഷേ അവിടെ കളി മാറുന്നു. ഡീപ്പായി അത്ലറ്റിക്കോ മാഡ്രിഡിനെ ഒപ്പമെത്തിക്കുന്നു. അഗ്രിഗേറ്റ് സ്കോർ ഒപ്പമാവുന്നു. പിന്നെ കണ്ടത് എക്സ്ട്രാ ടൈമും കടന്ന പെനാൽറ്റി ഷൂട്ടൗട്ടിൽ ഇന്റർ മിലാനെ വീഴ്ത്തി അത്ലറ്റിക്കോ മാഡ്രിഡ് വിജയിച്ച് കയറുന്നതാണ്. 3-2 പെനാൽറ്റീസിൽ അത്ലറ്റിക്കോ മാഡ്രിഡ് വിജയിച്ചിരിക്കുന്നത്. ആദ്യ പാദത്തിൽ 1-0 വിജയവുമായിട്ട് അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ കളത്തിലിറങ്ങിയ ഇന്റർ മിലാൻ 33-ാമത്തെ മിനിറ്റിൽ ഡിമാർക്കോയിലൂടെ ഗോളടിച്ച് 2-0 എന്ന അഗ്രിഗേറ്റ് ലീഡിലേക്ക് പോയി. പക്ഷേ ഗ്രീസ്മാൻ 35-ാമത്തെ മിനിറ്റിൽ അത്ലറ്റിക്കോ മാഡ്രിഡിനായിട്ട് ഒരു ഗോൾ മടക്കി. കളിയുടെ 86 മിനിറ്റ് പിന്നിടുമ്പോഴും 2-1 എന്ന നിലയിൽ അഗ്രിഗേറ്റിൽ മുന്നിൽ നിന്നതാണ് ഇന്റർ മിലാൻ. പക്ഷേ 87-ാമത്തെ മിനിറ്റിൽ ഡീപ്പായുടെ ഗോളിലൂടെ അത്ലറ്റിക്കോ മാഡ്രിഡ് കാര്യങ്ങൾ ഒപ്പം പിടിച്ചു. ഈ മത്സരത്തിൽ 2-1 ലീഡ്, പക്ഷേ അഗ്രിഗേറ്റിൽ 2-2 എന്ന രൂപത്തിലേക്ക് എത്തി. പിന്നീട് കളി എക്സ്ട്രാ ടൈമിലേക്ക് പോയെങ്കിലും അവിടെ ഗോളുകൾ പിറക്കാതെ വന്നതോടെ പെനാൽറ്റി ഷൂട്ടൗട്ടിലേക്ക് നീങ്ങി. പെനാൽറ്റി ഷൂട്ടൗട്ടിൽ ലൗട്ടറോ മാർട്ടിനസിനടക്കം പിഴച്ചപ്പോൾ ഇന്റർ മിലാൻ 3-2 തോറ്റ് പുറത്താവുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഇതോടുകൂടി യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ പ്രീ ക്വാർട്ടർ മത്സരങ്ങൾ പൂർത്തിയായിരിക്കുന്നു. ഇന്നലെ നടന്ന മറ്റൊരു പ്രീ ക്വാർട്ടർ മത്സരത്തിൽ PSV ഐൻഡോവനെ 2-0 പരാജയപ്പെടുത്തി. ബൊറൂസിയ ഡോട്ട്മുണ്ട് അഗ്രിഗേറ്റ് 3-1 വിജയവുമായിട്ട് ക്വാർട്ടർ ഫൈനലിലേക്ക് കടന്നിരിക്കുന്നു. ഇപ്പോൾ യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ ക്വാർട്ടർ ഫൈനൽ എടുത്തു നോക്കിയാൽ അതിലേക്ക് കടന്നിരിക്കുന്ന ടീമുകളെ നോക്കാം. ബയൺ മ്യൂണിക്ക് ലാസിയോയെ 3-1 അഗ്രിഗേറ്റ് തോൽപ്പിച്ചുകൊണ്ട് ക്വാർട്ടർ ഫൈനലിലേക്ക് ഇടം പിടിച്ചു. അതേസമയം റയൽ സോസിഡാഡിനെ 1-4 പരാജയപ്പെടുത്തിക്കൊണ്ട് അഗ്രിഗേറ്റ് 1-4 തോൽപ്പിച്ചുകൊണ്ട് PSG ക്വാർട്ടർ ഫൈനലിലാണ്. RB ലൈപ്സിഗിനെ അഗ്രിഗേറ്റ് 2-1 തോൽപ്പിച്ചുകൊണ്ട് റയൽ മാഡ്രിഡ് ക്വാർട്ടർ ഫൈനലിലെത്തി. കോപ്പൻഹേഗനെ അഗ്രിഗേറ്റ് 6-2 തോൽപ്പിച്ച് മാഞ്ചസ്റ്റർ സിറ്റിയും, പോർട്ടോയെ പെനാൽറ്റി ഷൂട്ടൗട്ടിൽ വീഴ്ത്തി ആഴ്സണലും, നാപ്പോളിയെ അഗ്രിഗേറ്റ് 4-2 തോൽപ്പിച്ച് ബാഴ്സലോണയും, PSVയെ അഗ്രിഗേറ്റ് 3-1 തോൽപ്പിച്ച് ഡോട്ട്മുണ്ടും, ഇന്റർ മിലാനെ പെനാൽറ്റി ഷൂട്ടൗട്ടിൽ വീഴ്ത്തി അത്ലറ്റിക്കോ മാഡ്രിഡും ക്വാർട്ടർ ഫൈനലിൽ എത്തിക്കഴിഞ്ഞു. വെള്ളിയാഴ്ചയാണ് ക്വാർട്ടർ ഫൈനൽ ഫിക്സർ തീരുമാനിക്കാനുള്ള നറുക്കെടുപ്പ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.